നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് എന്നാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുന്നത് എന്താ നോക്കാം നമുക്ക്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നുള്ളതാണ് കേട്ടോ. ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ളത് കൊണ്ടാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം കൂടുതൽ നിങ്ങളൊരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന സിറ്റുവേഷൻസ്, അങ്ങനെ ഒരു ലൈഫിലോട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ പ്രസൻസ് നിങ്ങളെ ഒരു സ്പിരിച്വൽ കണക്ഷനിലോട്ട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു കണക്ഷനാണ് നിങ്ങളുടെ പേഴ്സന്റെ പ്രസൻസ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 6 ഓഫ് സോഴ്സ് എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് പെട്ടുപോയ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു വിഷമിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ, അങ്ങനെ ഒരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട്, ഒരു മാനസികാവസ്ഥയിലോട്ട് നിങ്ങളെ കൊണ്ടുപോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് ഈ ഒരു പേഴ്സന്റെ പ്രസൻസ് കൊണ്ടാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ അതായത് എപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ, അതുപോലെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു പേഴ്സന്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷമാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ടെമ്പറൻസ് എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മുന്നോട്ടുള്ള, അതായത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുന്നതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരുടെ ആ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഒരു യൂണിവേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് കൂടുതൽ കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് മുന്നോട്ട് പോവേണ്ട സിറ്റുവേഷൻസ്, അതിനൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്നേഹം, കണക്ഷൻ, ബോണ്ടിങ്, ഇതെല്ലാം ഈ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇതുവരെ ശരിയായ ഒരു സ്നേഹം എന്താണെന്ന് അറിയാതെ, അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് എന്താണെന്ന് അറിയാതെ നിങ്ങൾ മുന്നോട്ട് പോയിരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ശരിക്കും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ഷൻ ലൈഫിലോട്ട് വന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് വാൺസ് എനർജിയാണ്. ഈ ഒരു പേഴ്സന്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് അതുവരെ നിങ്ങൾ എങ്ങനെയുള്ള ഒരു ലൈഫിലായിരുന്നു നിന്നിരുന്നത്, അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ വരും, നിങ്ങളുടെ ജോബിന്റെ കാര്യത്തിലായാലും മാറ്റങ്ങൾ വരും, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ മാറ്റങ്ങൾ വരും. എല്ലാ രീതിയിലും ഒരു ഉയർച്ചകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഉണർവും ഉത്സാഹവും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സന്റെ പ്രസൻസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്.
നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധി അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ ഒരു ഉറപ്പുകൾ അല്ലെങ്കിൽ ആരിൽ നിന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നത്. അവർ അത്രയും കമ്മിറ്റഡ് ആയിട്ട് ഈ റിലേഷനിൽ നിന്നിരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് കപ്സ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതിന് മുൻപ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻ വരുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള റിലേഷൻസ് ഒക്കെ അതൊക്കെ എത്രമാത്രം ട്രൂത്ത്ഫുൾ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് യഥാർത്ഥ സ്നേഹം എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ സോളിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പേഴ്സൺ ആരാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ടു ഓഫ് കപ്സ് എനർജിയാണ്. ഒരു സോൾമേറ്റ് കണക്ഷൻ എന്താണെന്നുള്ളത് റിയൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു റിലേഷൻ വഴിയാണ്. ആ ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് നിങ്ങളെ ശരിക്കും ഒരു സ്പിരിച്വൽ കണക്ഷനിലോട്ട് കൊണ്ടുപോകുന്നത്. എന്താണ് സ്പിരിച്വാലിറ്റി, എന്താണ് യൂണിവേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി തരുന്നത് ഈ ഒരു സോൾ കണക്ഷനാണ് എന്നാണ് കാണിക്കുന്നത്. ആ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കണക്ഷനാണിത്. ഈ ഒരു സോൾ കണക്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നിട്ടുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പിനെസ് മാത്രമല്ല, അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നേരിടേണ്ടി വരും. അത് ഒരു സുഖമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ആ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും സ്നേഹമുള്ളത് കൊണ്ടുള്ള ഒരു പെയിനാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും നിങ്ങളൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു റിലേഷനിൽ നിന്നാണ് എന്നാണ് കാണിക്കുന്നത്. കാരണം അത്രയും ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ദ എംപ്രസ് കാർഡാണ്. അത് കാണിക്കാൻ വയ്യ കേട്ടോ, അതുകൊണ്ടാണ്. ഈ ഒരു എംപ്രസ് കാർഡിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളായി മാറുന്ന ഒരു ടൈം. അതായത് ഈ റിലേഷൻ കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സ് കാണുന്നത് നിങ്ങളായി മാറുക, അല്ലെങ്കിൽ നിങ്ങളെ അറിയുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി നിങ്ങൾ ഒന്നുകൂടി എന്താ പറയുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ വരിക എന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് അവിടെ പ്രധാനം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലെവലിലോട്ട് നിങ്ങളിപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു കണക്ഷൻ വന്നതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളത് ഇഷ്ടം കൊണ്ട് ചെയ്തതല്ല, നിങ്ങൾ അതിന് നിർബന്ധിതരായിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്ഷനാണിത്. അങ്ങനെ നിങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഈ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ ത്രൂ നിങ്ങൾക്ക് വന്നിട്ടുള്ളതാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സൂൺ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു, ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷനിൽ വരാൻ വേണ്ടി പോകുന്നു എന്നാണ് കാണിക്കുന്നത്. സയൻസ് എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഈ റിലേഷന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സയൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ഏഞ്ചൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും നിങ്ങൾക്ക് ആ ഒരു സയൻസ്, നിങ്ങളുടെ പേഴ്സൻ്റെ പേരുകൾ കാണുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് സയൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഐ മിസ് യു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണുള്ളത്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം.
നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ വറി ചെയ്യേണ്ട സിറ്റുവേഷൻ അല്ല ഇത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റിലേഷനിൽ ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് എന്നാണ് കാണിക്കുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷനിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ഈ ഒരു റിലേഷനിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നതാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ട്രസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങൾ എത്രമാത്രം ട്രസ്റ്റ്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്, അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അതിൻ്റെ ട്രസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം ട്രസ്റ്റ്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്, അതായത് നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്, ആ ഒരു വിശ്വാസത്തിനനുസരിച്ചാണ് ഇങ്ങോട്ട് അതിൻ്റെ ഒരു കർമ്മ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ അത്രയും വിശ്വാസത്തോടു കൂടിയാണ് ഈ റിലേഷൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് അതേ ഒരു വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള സ്നേഹം, കണക്ഷൻ എല്ലാം അതുപോലെ തിരിച്ച് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഫെബ്രുവരി, അശ്വതി, ചിത്തിര, 1987, 1992, മാർച്ച്, ഒക്ടോബർ, 2001, അവിട്ടം, രേവതി, ലെറ്റർ വൈ, ലെറ്റർ ടി, ഉത്രാടം, 2000, 1995. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.